Shiny lights and purple sky, everything's so bright. 기다려왔어 지금이야. Turn off your phone and off your mind. Look at you so bright. 멈출 수 없어 지금이야. Oh, I'll take you to the moon. Come on up, enjoy your ride. Oh, I'll take you to the moon. Just be ready to enjoy your night. Oh, baby, it's right now. You don't wanna waste this time. 어디든지 가줄게. Yeah, I'm on a road, can't stop. Hi friends, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് കാലത്ത് ക്ലാസ്സിലൊക്കെ പോകണമായിരുന്നു. പോയി വന്നു. അഞ്ജുവിൻ്റെ എക്സാം ആയിരുന്നിട്ട് ഇന്ന് ലാസ്റ്റ് എക്സാം കഴിഞ്ഞതേ അഞ്ജു എത്തി. ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിൽ വന്നേപ്പിക്കുന്ന മിടുവിൻ്റെ കുക്കിംഗ് ആണ്. മിടു ദേ ചോറും സലാസും ചിക്കൻ കറി പിന്നെന്താ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ഞങ്ങളുടെ ചപ്പാത്തിയും ഉപ്പേരിയും ഉണ്ട്. എന്താണത്, ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മട്ടറും. അപ്പോൾ അത് കൂട്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം എല്ലാം കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അഞ്ജു ലാസ്റ്റ് എക്സാം കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവിടുത്തെ ഗെയിം സോൺ ഉണ്ട്, അവിടേക്ക് പോകണം. ഗെയിമിംഗ് സോണിൽ പോയിട്ട് കളിക്കാനൊക്കെ പോകണം. ഞങ്ങൾ ആ ഷോപ്പിൽ തന്നെ താഴെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇത്തിരി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇവർക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് അധികം ഷോപ്പിങ്ങൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി പോകാൻ പോകും. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിഞ്ഞു എണീറ്റു. ഇനി ഞങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം. പ്ലാനുകളിലൊക്കെ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഞങ്ങള് അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രം ഒന്ന് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പിൾ കാണാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരിക്കൽ പോയതാ. പക്ഷേ ഭയങ്കര തിരക്ക് കാരണം കൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഇപ്പൊ ഇവരും കൂടെ വന്ന ഒരു സമയമാണല്ലോ, അപ്പൊ ഇവരെയും കൂടെ കാണിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങള് അപ്പോൾ ആ ഒരു ടെമ്പിൾ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ നിന്ന് തന്നെ അയോധ്യയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ ലക്നൌവിലേക്ക് പോകും. ലക്നൌവിൽ 1 day സ്റ്റേ, അതായത് ഇന്നത്തെ രാത്രി ഞങ്ങൾ ലക്നൌവിൽ താമസിക്കും. എന്നിട്ട് നാളെ ലക്നൌ ഒക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നാളെ വൈകുന്നേരത്തിന് വരണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. നമ്മുടെ 4-വീലറിന് ഇനി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അയോധ്യയിൽ നിന്ന് ലക്നൌവിലേക്ക്. അവരൊക്കെ ഓൾറെഡി വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ലഗേജ് മീൻസ് ഇന്ന് രാത്രി ലക്നൌവിൽ സ്റ്റേ ചെയ്യണല്ലോ. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോ ബാഗിലൊക്കെ പാക്ക് ചെയ്തെടുത്ത് അവരിതേ ഓൾറെഡി വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാം. അപ്പോൾ അതേ എല്ലാവരും റെഡിയായി. നമ്മൾ വണ്ടി കയറാൻ പോവാം. നമുക്ക് സ്ഥലം ഇവിടെ ഇപ്പം നമുക്ക് സമയം ലാഭിക്കാം. അഞ്ജു കളിക്കാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ഗെയിമിംഗ് സോണിലേക്ക് പോകണം. അഞ്ചു ടീച്ചേഴ്സ് എല്ലാവരും എത്തിയിട്ടില്ല. ഞങ്ങള് നേരത്തെ ചോദിച്ചു പോകുന്നതാ. ഇവര് വീട്ടിലുള്ള എന്നെ കൊണ്ട് ഇന്ന് നേരത്തെ ചോദിച്ചു പോന്ന്. ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ ഇറങ്ങുന്നതാ. അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ക്രിസന്റ് മോളിൻ്റെ ഫ്രണ്ടിലെത്തി സൂപ്പർ മാർക്കറ്റിൻ്റെ. അപ്പോൾ ഇവിടുത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് കിടക്കാണ്. പക്ഷെ അവരൊക്കെ അഞ്ജുവിനെയും കൊണ്ട് ഗെയിമിംഗ് സോണിലേക്ക് പോവാണ്. ഞാനും ചേട്ടനും കൂടെ പോയി ഇവരുടെ കയ്യിൽ കൊടുത്തു വിടാനുള്ള ചെറിയ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പോവാ. എന്തെങ്കിലുമൊക്കെ ഓരോ കൊച്ചു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവർക്കും വീട്ടിലേക്കും ഒക്കെ ആയിട്ട് കൊടുത്തു വിടാനായിട്ട് അങ്ങനെ പോകാം. അഞ്ചു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ ഗെയിമിംഗ് സോണിലേക്ക് പോകാനൊക്കെ ആയിട്ട്. ഒന്നാമത് അച്ചാച്ചനും ആന്റിയും ഒക്കെ വന്നതിന്റെ സന്തോഷം, പിന്നെ എക്സാം കഴിഞ്ഞു, പിന്നെ ഗെയിം സോണിലേക്ക് കളിക്കാൻ പോവാണ്. അപ്പൊ ആ മൊത്തത്തിൽ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാനും ചേട്ടനും ഷോപ്പിംഗ് ചെയ്യുന്നതിന്റെ അടുത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഈ ഒരു ടോപ്പ് അത് മിടുവിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തതാണ്. പിന്നെ സണ്ണിക്കും കൊച്ചങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോരോ ഐറ്റം ചെറുതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വാങ്ങിട്ടോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് കുറച്ചൊക്കെ ഒന്ന് തീർത്ത് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ അങ്ങനെ അവരും ഗെയിമിംഗ് സോണിലൊക്കെ പോയി അഞ്ചു കളിച്ച് വിടുവാൻ്റെയും അഞ്ചും കൂടെ വരുന്നുണ്ട്. സണ്ണി ഓൾറെഡി എത്തി വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞു. ഞങ്ങൾ അയോധ്യയിലേക്ക് പോവാം. ഗെയിമിംഗ് സോണിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കേക്കട്ടെ?
അച്ചാച്ചനെ ആന്റീനെ ഒക്കെ കൂട്ടി പോയതാണ് അഞ്ചു. ഞാൻ ഡൈനോസോറിനെ കാണാൻ പോയി, അഞ്ജലി പ്രേതത്തിനെ കാണാൻ പോയി, അച്ചാച്ചൻ വണ്ടി ഓടിക്കാൻ പോയി. അത് ശരി, 3 പേര് 3 വഴിക്കായിരുന്നോ? അല്ല, വണ്ടി ഇടിപ്പിക്കലായിരുന്നു അങ്ങോട്ട് ബാലൻസ് ഇല്ലാത്ത ഡ്രിഫ്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, 5 പേരെ ഇതിലൊക്കെ ഇരുന്ന് കാറിലോ? കാർ ഓടിച്ചു, മറ്റേ ഓടിച്ചു, ഗെയിമും കളിച്ചു, കാറിലെ ഗെയിമും കളിച്ചു, മറ്റേ ഇടിപ്പിക്കണ വണ്ടി ഓടിച്ചു. ബിആറില് ഞാൻ ഒരു പ്രാവശ്യം കയറി മിഡോന്റെ അഡ്വെഞ്ചർ എടുത്തു. ഞാൻ ഞങ്ങൾ ആ നേരം പോയി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒരുവിധം തീർത്തു, മുഴുവൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അച്ചാച്ചൻ ആരെയൊക്കെ ഇടിക്കണ്ടായിരുന്നു. ഷർട്ടോ അത് അടിച്ചു കളിക്കണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെ ഷോപ്പിങ്ങും ഗെയിമിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടി കയറി. നമ്മളിനി അയോധ്യയിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അയോധ്യയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാന്നും പറഞ്ഞ് അങ്ങനെ പെട്രോൾ അടിക്കണം. കാരണം നമുക്ക് അയോധ്യ ടെമ്പിൾ കണ്ടു കഴിഞ്ഞിട്ട് ആ വഴി ലക്നൌവിലും പോകണല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്രോൾ അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞത് പെട്രോൾ അടിച്ചതേ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് സണ്ണി വണ്ടിയിൽ വെച്ച് കരോക്കൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കേട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്ത് ഉള്ള ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ. അയോധ്യയിലേക്കും അതുപോലെ തന്നെ അവിടുന്ന് ലക്നൌവിലേക്കും ഉണ്ടായിരുന്ന ട്രിപ്പ് നല്ല സൂപ്പർ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അതേ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അത്രയും റഷ് ആയിരുന്നു ഉള്ളിലൊക്കെ. അപ്പൊ അന്ന് പറ്റിയില്ല. ഇന്ന് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇന്ന് നമുക്ക് ഒരു ടീച്ചർ വഴി VIP പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യാത്ര എളുപ്പമായിരിക്കും എന്ന് കരുതാം. നമ്മള് അയോധ്യയിലേക്ക് പോകുന്ന വഴി അയോധ്യ അടുക്കാറാവുന്ന സമയത്ത് ടെമ്പിളൊക്കെ അടുക്കാറാവുന്ന സമയത്ത് റോഡിന്റെ 2 സൈഡിൽ നമുക്ക് കുറെ പിക്ചേഴ്സ് ഒക്കെ കാണാം കേട്ടോ. അങ്ങനെ രാമന്റെയും ഹനുമാന്റെയും അങ്ങനെയൊക്കെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി ഓരോ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം. വഴിയൊക്കെ നല്ല വഴിയാണ്, അങ്ങനെ റോഡിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല, നല്ല അടിപൊളി റോഡാണ്. പിന്നെന്താ, നമ്മള് അടുത്തേക്ക് എത്തും തോറും ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയില്. അപ്പൊ എല്ലാവിടെയും ചെക്കിങ് എല്ലാം ക്ലിയർ ആക്കി വേണം നമുക്ക് പോകണമെങ്കിൽ. പോലീസുകാരുണ്ട്. അപ്പോ ഓരോ ജംഗ്ഷന്റെ അടുത്ത് എത്തുമ്പോഴും കൊച്ചു ജംഗ്ഷന്റെ അടുത്ത് എത്തുമ്പോഴും അവരിങ്ങനെ നമ്മളെ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വിടുക. അപ്പൊ നമുക്ക് VIP പാസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട്. VIP പാസ് ഇല്ലാത്തവര് കുറെ ദൂരെ തന്നെ വണ്ടി നിർത്തി അവിടുന്ന് വേറെ അങ്ങോട്ടേക്ക് പോകുന്ന ചെറിയ ഓട്ടോയോ ടാക്സിയോ അങ്ങനത്തെയൊക്കെ എടുത്ത് അതിനകത്ത് വേണം പോകണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷനുള്ള ടാക്സിയിലൊക്കെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഹിന്ദു ഫ്രണ്ട്സിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടെമ്പിൾ ആണല്ലോ ഈ അയോധ്യ ടെമ്പിൾ. ആ ഒരു ടെമ്പിൾ കാണാൻ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. കാരണം ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടും കാണാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എന്തായാലും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയിട്ട്. അപ്പൊ നമ്മളിതേ അമ്പലത്തിനോട് തൊട്ടടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവര് നമ്മളോട് വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ VIP പാസ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിന്റെ തൊട്ടടുത്ത് വരെ എത്താം വണ്ടിയിൽ. പിന്നെ അവിടുന്ന് ഇത്തിരി വഴി മാത്രമേ നമുക്ക് നടക്കാനുള്ളൂ. നടന്ന് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയാലും VIP പാസ് ഉള്ളവർക്ക് പോകാൻ വേറെ വഴിയും അല്ലാതെ പാസ് ഇല്ലാതെ ചെല്ലുന്നവർക്ക് വേറെ വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം നമ്മൾ തിരക്കിലൊന്നും പെടുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് പോയി വരാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ VIP പാസ് നമുക്ക് തരാൻ പറ്റുന്ന ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പോകാനും കാണാനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ചാൻസ് ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അയോധ്യ ടെമ്പിളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. എന്തായാലും നമ്മുടെ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എനിക്ക് ഇത് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയില്ല. ഞാൻ എന്തായാലും നിങ്ങളിതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ടെമ്പിൾ അങ്ങനെ ഉള്ളിൽ കടന്നൊന്നും കാണിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പെർമിഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ മുൻപേ തന്നെ നമുക്ക് മൊബൈലും ക്യാമറ കാര്യങ്ങളെല്ലാം ദൂരെ വെച്ചിട്ട് വേണം നടന്നു പോകണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെമ്പിളിന്റെ ഭാഗമൊന്നും നമുക്ക് കാണിക്കാൻ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം എത്തിയിട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നിട്ട് നമുക്ക് മൊബൈല്, ക്യാമറ, പിന്നെ സ്മാർട്ട് വാച്ച് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള യാത്ര.
അതെല്ലാം അവിടെ വെച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് വീണ്ടും നടക്കണം. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ നടന്നു പോയിട്ടാണ് നമ്മൾ ടെമ്പിളിലേക്ക് എത്തുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യൂ ഉണ്ട്. അപ്പോൾ VIP പാസ് ഉള്ളവർക്കുള്ള ആ ഒരു ക്യൂ സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിൽ ആ പേപ്പർ ഉണ്ടായിരിക്കണം VIP പാസിന്റെ. അത് കാണിച്ചു വേണം നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട്. എന്തായാലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റി. അത് തീർച്ചയായിട്ടും VIP പാസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ VIP പാസ് ഇല്ലാതെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം VIP പാസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രോവറിൽ എല്ലാ ഐറ്റംസും വെച്ചു കേട്ടോ. മൊബൈലും സ്മാർട്ട് വാച്ചും ക്യാമറ കാര്യങ്ങളെല്ലാം വെച്ചു. ഇനി നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ടെമ്പിള് കണ്ട് തിരിച്ചു വന്നതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. ടെമ്പിൾ എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ല വലിയ ടെമ്പിളാണ്. പിന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്തും. VIP പാസ് ഇല്ലാതെയും ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു പോകുന്നുണ്ട് കേട്ടോ. അവര് ക്യൂവിൽ ഇങ്ങനെ പോകുന്നു, നമ്മളുടെ ക്യൂ വേറെ അങ്ങനെ. പിന്നെ ഒത്തിരി റഷ് ഇല്ല എന്ന് മാത്രം VIP പാസ് എടുത്ത് നമ്മൾ പോകുമ്പോ. അല്ലാത്തതിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നിന്ന് പയ്യെ ക്യൂ നീങ്ങുള്ളൂ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും പോയി കണ്ട് വരാൻ പറ്റി. അപ്പൊ വലിയ സന്തോഷം, വന്ന കാര്യം നടന്നല്ലോ. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു വന്നേക്കണം. ഇവിടെയാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയിരുന്ന സ്ഥലം. അപ്പൊ ഇവിടുന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് നമ്മൾ ലക്നൗ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോ എന്തായാലും അയോധ്യ ടെമ്പിൾ അങ്ങനെ കാണാൻ പറ്റി. ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ സമയത്താണ് നമ്മൾ ലക്നൌവിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടിയിൽ തന്നെ ഇരുന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഓൺലൈൻ ഞങ്ങൾ ബുക്ക് ചെയ്തായിരുന്നു അവിടെ ചെല്ലുമ്പോൾ താമസിക്കാനായിട്ട്. കാരണം നമ്മളവിടെ എത്തുമ്പോഴേക്കും നല്ല രാത്രിയാവും. ഇന്നെന്തായാലും നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ കാഴ്ചകളൊക്കെ ഒന്ന് പോയി പറ്റുന്ന വഴിയൊക്കെ ഒന്ന് പോയി കണ്ടു വരണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ലക്നൌവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്നൌവിൽ വന്ന് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 റൂം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം സണ്ണി മിടുവിനും ഒരെണ്ണം ഞങ്ങൾക്കും. രണ്ടും നല്ല റൂമുകളാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗോമതി നഗർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു റൂം. അവിടെ വാഷ്റൂം ഉണ്ട്, അവിടെ ബാൽക്കണി ഉണ്ട്. അതേപോലെ തന്നെ ഗീസറൊക്കെ ഇല്ലേ? ഗീസറുണ്ട്. ഗീസറില്ലേ ഏട്ടാ ഇതിനകത്ത്? നോട്ട് ഗീസറുണ്ട്. ആണോ? നോക്കട്ടെ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നോക്കട്ടെ, ബാൽക്കണിന്ന് കാണിച്ചു. ബാൽക്കണി കാണിച്ചു കണ്ടേ? ഓക്കെ. ഇവിടെ ബാൽക്കണി ചെറുതായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ താഴേക്ക് നല്ലതാ കേട്ടോ. പിന്നെ ഏതാ രണ്ടും സെയിം ബാൽക്കണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ? ഈ റൂമിൽ നിന്ന് അല്ലേ? ഓക്കെ. ഇവിടെ ഒരു റൂം. അപ്പോൾ ഈ റൂമിൽ നിന്നും കടന്ന് ഇവിടെ വന്നിരിക്കാം. നമ്മുടെ ഈ റൂമിൽ നിന്നും കടന്ന് ഇവിടെ വന്നിരിക്കാം. അത് ശരി, ഇതിലേ വന്നോ വിടൂ? നിങ്ങളുടെ റൂം കൂടെ അല്ലേ? ഓക്കെ, അടിപൊളി. നോക്കട്ടെ, ഇതെങ്ങനെയാ കിട്ടക്കല്ലേ? ഇത് ഇവിടെ അടുത്ത റൂം കേട്ടോ. ഹലോ, സണ്ണി വിടും ഈ റൂമില്. നല്ല സ്മൈലി ഫേസുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ചെറിയ കുഷ്യൻ കവർ, അടിപൊളി. AC ഒക്കെ ഉണ്ട്. AC റൂമാണ്. നമുക്ക് റെന്റ് എത്ര പറഞ്ഞേക്കണ റൂമിന്റെ? 1300. 1300 ശരിക്കും നല്ല ലാഭം അല്ലേ? ലക്നൌവിലൊക്കെ ഇത്രയും വലിയ സിറ്റിയിലൊക്കെ 1300 രൂപയ്ക്ക് റൂമെന്ന് പറഞ്ഞാൽ അടിപൊളി. എന്തായാലും വാഷ്റൂമും TV, ഇവിടെ ഒരു കബേർഡ് ഉണ്ട്, അവിടെ ചെറിയ ടേബിൾ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ സെറ്റപ്പ് കൊള്ളാം. कुछ नहीं चाहिए अभी. चाय कॉफी तो चाय दीजिए. चाय एक चाय चाहिए. एक चाय जी. आपको कुछ विडू പറയൂ चिकन बिरयानी जरूर लेके आएगा. पक्का? ओके.
तो फूड चाहिए, क्या फूड चाहिए? फूड कुछ भी, चपाती चपाती, चपाती चाहिए? हाँ, रोटी। इधर लखनऊ आके चपाती खाएगा अच्छा नहीं है। फिर क्या खाएंगे? अब चिकन बिरयानी खाएगा, मटन बिरयानी, नो केरला चावल, नो केरला चावल विद सांभर। आई वांट चपाती रोटी। चपाती तो बस्ती में भी मिल रहा है, मिल रहा है लेकिन वो हेल्थ के लिए ज्यादा सही है मुझे लग रहा है। तो मेरे को लगता है अच्छा तुम बस्ती में तो रहते हो, हेल्थ के लिए वही थोड़ा। तो इसलिए तो यूपी में ही हूँ, ये भी लखनऊ हो बस। आप लोग क्या खाने जा रहे हैं? आप लोग क्या खाने जा रहे हैं? मुझे फ्रूट्स चाहिए, फ्रूट्स। चावल खाने के लिए मैंने नहीं पसंद। चावल पसंद नहीं, चावल पसंद नहीं, तो फिर क्या खाएंगे? हम लोग सोचा फ्रूट्स खाएगा। हाँ फ्रूट्स ठीक है, फ्रूट्स मेरे को भी पसंद है। आपको भी? ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. എല്ലാവർക്കും ബൈ ബൈ.